ഹേ ഗായ്സ്, ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് പുറത്ത് പോകാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന്. എഴുന്നേറ്റ് വന്നപ്പോഴേ ലഞ്ചിൻ്റെ ടൈമായി. ഇന്ന് നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാൻ കാരണം നമ്മളെ കാണാൻ 2 ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് റെഡി ആവാം നമ്മൾ. ടടാ! അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ജേഴ്സിയും ജീൻസും, വേറെ വലിയ ഒരുക്കങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ പതിവ് കോപ്രായങ്ങൾ കണ്ണാടി കണ്ടാലുള്ള. അല്ലെങ്കിൽ എവിടെ പോകാനാണെങ്കിൽ ലേറ്റായിട്ട് ഇറങ്ങുന്ന ഇത് ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ ഒരുങ്ങി റെഡി ആയിട്ടിരുന്നു. പിന്നെ കുറേ നേരം പോസ്റ്റ്. കാരണം എന്താ വെച്ചാൽ എന്നെ കാണാൻ അമ്മയുടെ ഫ്രണ്ടുമാണ് വരുന്നത്. അവർ ഒരാവശ്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ കൂടെ ഇന്ന് ലഞ്ചിന് പോകാമെന്ന്. പക്ഷേ അവർ കുറേ നേരം ലേറ്റായി. കുറേ എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഞാൻ അറൗണ്ട് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പല ഇളകി. പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. അവരൊരാവശ്യത്തിന് വന്നതെന്ന് പറഞ്ഞില്ല. അതിന് കുറേ നേരം എടുത്തു. പിന്നെ അവസാനം അവർ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. പിന്നെ ഞാൻ പാളയത്തോട്ടാണ് പോയത്. അങ്ങനെ ബസ് കയറി വന്നത് ഇതാ നമ്മൾ കാത്തിരുന്ന ആൾക്കാർ, അമ്മയും ഉഷാൻ്റെയും. പിന്നെ അവർക്ക് നല്ല വിശപ്പായതുകൊണ്ട് നമ്മൾ നേരെ പാളയത്തോട്ട് വെച്ച് പിടിച്ചു. ടി ആൻഡ് കോയിലാണ് പോയത് ഫുഡ് കഴിക്കാനായിട്ട്. നമ്മൾ പതുപോലെ തന്നെ ബിരിയാണി ഓർഡർ ചെയ്തു. വെറൈറ്റി ഒന്നും പിടിച്ചില്ല. അവിടുത്തെ പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ സെറ്റപ്പൊക്കെ അടിപൊളി കേട്ടോ. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മലബാർ ദം ബിരിയാണിയും പിന്നെ ഞാൻ പറഞ്ഞ ബിരിയാണിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് കഴിച്ചത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെ കഴിച്ചു കഴിഞ്ഞ് പറഞ്ഞു വിട്ടു. ഞാൻ തിരിച്ചു വരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.